എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. പുതിയ ടീച്ചേഴ്സിനുള്ള 2-3 ടിപ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ടിപ്പ് നമ്പർ 1, പ്രിപ്പയർഡ്നെസ്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് വരുന്നത്. പ്രീവിയസ് നോളജ്, അതായത് വാട്ട് ദ ചൈൽഡ് ഓൾറെഡി നോസ്. രണ്ടാമത്തേത് വാട്ട് ദ ചൈൽഡ് വുഡ് നോ. മൂന്നാമത്തേത് വാട്ട് ദ ചൈൽഡ് ക്യാൻ നോ. ഇപ്പോ നിങ്ങൾ ക്ലാസ്സിലെ ഒരു പുതിയ കാര്യം പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് എന്തൊക്കെ മുന്നറിവുണ്ട് എന്ന ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിലൂടെ ആ കുട്ടി എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ അതിലൂടെ നേടിയിരിക്കണം എന്ന ഒരു പ്രിപ്പറേഷനും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ ടിപ്പ്, പ്രാക്ടീസ് എംപതി. ഇവിടെ എംപതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ടീച്ചർമാർ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നിങ്ങൾ ഇപ്പോൾ LKG ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതുപോലെ LP UP ക്ലാസ്സിലാണെങ്കിൽ ആ കുട്ടികളുടെ ലെവലിലാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. മൂന്നാമത്തെ ടിപ്പ്, നോ ഇന്ററപ്ഷൻ. ഇപ്പോ കുട്ടി ടീച്ചറോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആ കുട്ടി നിങ്ങളോട് പറയുകയാണ്, ക്ലാസ് മൊത്തത്തിൽ പറയുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് ആ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ ഒരു ഗ്രാമർ മിസ്റ്റേക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ആ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ പോകണ്ട. കാരണം ആ കുട്ടിയുടേതായ ഒരു ഫ്ലോയിൽ കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ ആ ഫ്ലോയ്ക്ക് ഒരു ഇന്ററപ്ഷൻ ഉണ്ടാവും. കറക്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം, ആദ്യം കുട്ടിയെ പറയാൻ അനുവദിക്കുക. ഇനി നാലാമത്തെ ടിപ്പ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങൾക്കറിയാം, യെസ് ഓർ നോ മാത്രമായിരിക്കും. അതേസമയം ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനുള്ള അവസരം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.